Hi friends, എല്ലാവർക്കും നമസ്കാരം. ഉണ്ണീസ് ടെക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സ്റ്റീം ബാത്ത് മെഷീനെ പറ്റിയിട്ടാണ്. നമ്മൾ സ്റ്റീം ബാത്തിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീം മെഷീനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിൻ്റെ സർവീസ് ഉണ്ടായിരുന്നു, നിലവിൽ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചാൽ ശരിയാവും, എന്നാലും നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീം മെഷീൻ്റെ അകത്തെ ഡീറ്റെയിൽ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒപ്പം നമ്മുടെ ഈ സെലക്കിൻ്റെ TC513 എന്ന് പറയുന്ന തെർമോസ്റ്റാറ്റാണ് അതിൻ്റെ അത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഒപ്പം നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗിവ് അവേ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ള കമൻസിന് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണാത്തവർ അതിൻ്റെ അകത്ത് പോയി കണ്ട് കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ സ്റ്റീം റൂമും, അതേപോലെ തന്നെ ഇപ്പുറ സൈഡിൽ സോന ബാത്ത് റൂമുണ്ട്. സോന ബാത്ത് എന്ന് പറയുന്ന റൂമുണ്ട്. ഇത് നമുക്ക് ഒരു ആയുർവേദിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിലവിൽ സ്റ്റീം റൂം എങ്ങനെയാണ് വരിക, സ്റ്റീം റൂമിൻ്റെ അകത്തേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ അടിവശത്തൂടെയാണ് നമുക്ക് സ്റ്റീം വരുന്നത്. മൊത്തം സീൽഡായിട്ടുള്ളൊരു റൂമാണ് സ്റ്റീം റൂമിനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ ഗ്ലാസ് ഡോറും നമുക്ക് സീൽഡായിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സോന, ഇതിൻ്റെ സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ സെലക്ടിൻ്റെ സ്വിച്ച് തന്നെയാണ്, വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ഇത് സോന ബാത്ത് എന്ന് പറയുന്നതാണ്. ഇത് കറക്റ്റായിട്ട് പറയുകയാണെന്നുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റൂമാണ്. സ്റ്റീം പോലെ തന്നെ വേറൊരു തരത്തിലുള്ള ഇതാണ്. നമുക്ക് ഇതിൻ്റെ ആകാശം ഒന്ന് കാണാം. നിലവിൽ ഇതിൻ്റെ ആകാശം എന്ന് പറയുമ്പോഴല്ല, നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വുഡിലാണ് ഫുള്ള് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആയുർവേദിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കറക്റ്റായിട്ടൊരു നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുക. നമ്മൾ കയറുമ്പോൾ ഒരു ആയുർവേദിക് സ്മെല്ല്, അതേപോലെ തന്നെ ആ ഒരു ആയുർവേദിക് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ലഭിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ സോന ബാത്ത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു ഹീറ്റിംഗ് കോയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. സ്റ്റീമിന് പകരമായിട്ട്, സ്റ്റീമിൽ നമുക്ക് ആവിയാണ് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് ഡയറക്റ്റ് എയർ ഹീറ്റാക്കിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റോൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഇതിലുള്ള നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ തളിച്ചുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പുറകെ പറയാം. നിലവിൽ നമുക്ക് നേരെ നമ്മുടെ സ്റ്റീമിൻ്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റീമിൻ്റെ ഡീറ്റെയിൽ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റീം മെഷീൻ അഴിച്ചിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം മെഷീൻ എന്ന് പറയുന്നത്. ഇത് ഒരു 3 ഫേസിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. 3 ഫേസ് കണക്ഷനാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നിലവിൽ ഒരു ഐസൊലേറ്റർ ഉണ്ട്. ഈ ഐസൊലേറ്റർ ഓൺ ചെയ്തിട്ടാണ് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കൊരു വാട്ടർ ഇൻലെറ്റ്, അതേപോലെ തന്നെ സ്റ്റീം ഔട്ട് വരുന്ന 2 നോബുകളാണ്. ഒന്ന് വാട്ടർ ഇൻലെറ്റ് കൊടുക്കാനായിട്ട്, അടുത്തത് സ്റ്റീം. ഈ സ്റ്റീം വരുന്നത് നേരെ ഈ പൈപ്പ് വഴി നമ്മുടെ സ്റ്റീം റൂമിൻ്റെ അകത്തേക്ക് പോകും. ഈ സൈഡിൽ കാണുന്നത് നമുക്കൊരു വെള്ളം ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ളത്. ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്തുള്ളതാണ്. കാരണം കറക്റ്റിൻ്റെ അത് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 4-5 പ്രാവശ്യം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് രണ്ടാമത് റീഫിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സും കാര്യങ്ങളും കാണിച്ചു തരാം. നിലവിൽ ഇതിൻ്റെ അകത്ത് പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇൻറ്റേർണൽ സൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റീമിൻ്റെ ഇൻസൈഡ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി ഒരു സൈഡ് മുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഇത് ഇവിടെയാണ് നമ്മുടെ വാട്ടർ ഇൻലെറ്റ് വരിക. വാട്ടർ ഇൻലെറ്റ് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നമുക്ക് ഒരു സ്റ്റെയിനർ വാൽവിലേക്കാണ്. ഈ സ്റ്റെയിനർ വാൽവിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്കുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ആകുക. അത് നമ്മുടെ ഈ കളക്ഷൻ ടാങ്കിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഈ സ്റ്റെയിനർ വാൽവ് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റെയിനർ വാൽവിൽ നമ്മുടെ അഴുക്കുകളും കാര്യങ്ങളെല്ലാം അടിഞ്ഞുകൂടും. അത് നമ്മൾ മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കളയും. അപ്പോൾ അതിനുശേഷം വരുന്നത് നമ്മുടെ സോളിനോട് വാൽവാണ്. ഈ സോളിനോട് വാൽവാണ് എന്തോരം വെള്ളം ഈ ടാങ്കിലേക്ക് അയക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സോളിനോട് വാൽവിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ വരുമ്പോൾ സോളിനോട് വാൽവ് ഓപ്പണായി ആവശ്യത്തിന് വെള്ളം ടാങ്കിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിരിക്കുന്ന ഒരു NRV ആണ്. ഈ NRV എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ആകുമ്പോൾ ഹോട്ട് വാട്ടർ റിട്ടേൺ ലൈനിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു NRV വരുന്നത്. അത് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് ടാങ്കിലേക്ക് ആ വെള്ളം പോകുന്നു. ഇനി ഈ സൈഡിലേക്ക് കാണുന്നത് വെച്ചാൽ നമ്മുടെ വാട്ടർ ലെവലിൻ്റെ എന്തോരം ലെവലുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ ലെവൽ കൺട്രോൾ സിസ്റ്റം തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള കൺട്രോളിനനുസരിച്ചാണ് നമുക്ക് ഈ സോളിനോട് വാൽവിലേക്ക് സപ്ലൈ ലഭിക്കുന്നത്. സോളിനോട് വാൽവ് ഓപ്പൺ ആകുന്നത്. ഇവിടെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സിഗ്നൽ മദർ ബോർഡിലേക്ക് പോകും. അവിടെ നിന്ന് കമാൻഡ് വന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്ന സോളിനോട് വാൽവ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡിലേക്ക് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് മുഴുവൻ വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്.
ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം വരുന്നത് 12 വോൾട്ടിലാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ വാട്ടർ ലൈൻ ഇൻലെറ്റിൻ്റെ സംവിധാനങ്ങളിലേക്ക് പോകുന്ന, അതായത് ടാങ്കിലെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്നതിനെല്ലാം 12 വോൾട്ട് കൺട്രോളാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹീറ്റിംഗ് കോയിൽ നമുക്ക് ഈ സൈഡ് വഴി താഴത്തേക്ക് ഇവിടെ ആയിട്ടാണ് ഹീറ്റിംഗ് കോയിൽ വരുന്നത്. അതിപ്പോൾ അഴിച്ച് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛന്മാരതാ ഇവിടെ ഒരു ട്രാൻസ്ഫോർ ഉണ്ട്. ഈ ട്രാൻസ്ഫോർ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോറാണ്. അത് ഈ മദർ ബോർഡ് വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സപ്ലൈ നൽകുന്നതിനാണ്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിലേക്കുള്ള കമാൻഡുകൾ നൽകുന്ന റിലേ ഇരിക്കുന്നത്. അതായത് 3 ഫേസ് സപ്ലൈ ഈ റിലേയിലാണ് വരുന്നത്. ബാക്കി ഈ ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ അകത്തു നിന്നുള്ള തെർമോസ്റ്റാറ്റിൻ്റെ കൺട്രോൾ ഈ റിലേ വർക്ക് ചെയ്യിക്കുന്ന സമയത്താണ് ഹീറ്റിംഗ് കോയിൽ റൺ ആകുന്നത്. അപ്പോൾ എന്തോരം ടെമ്പറേച്ചർ അവിടെയായി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റിലേസ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വെള്ളം കുറയുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോ റീഫിൽ ചെയ്യാനും സോളിനോട് വാൽവ് വർക്ക് ചെയ്യിക്കുന്നതിനുമായിട്ടാണ് ഈ പവർ സപ്ലൈയും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് വെക്കാം. ഇതിന് നിലവിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി നമുക്ക് ആ തെർമോസ്റ്റാറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് നടക്കും. അപ്പോൾ ഞാൻ മറ്റേ നിലവിലുള്ള കണക്ഷൻ കാണിച്ചുതരാം. ഇതിൻ്റെ നമ്പർ 1 പോയിൻ്റ് ഫേസ്, നമ്പർ 2 ന്യൂട്രൽ, അതേപോലെ തന്നെ 6, 7 വരുന്നത് നമ്മുടെ പ്രോബ് കൺട്രോൾ, നമ്മുടെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നുള്ള ടെമ്പറേച്ചറിൻ്റെ പ്രോബ്. ഇനി നമുക്കിവിടെ വരുന്നത് 5, 3, അത് കോമൺ 5, 3 എന്ന് പറയുന്ന NC കണക്ഷനാണ്. അപ്പോൾ ഇത് അവിടെ വരുന്ന 12 വോൾട്ട് സപ്ലൈ ആണ്. ആ 12 വോൾട്ട് സപ്ലൈ ഇവിടെ വന്ന് NC വഴി കയറി നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള നമ്മൾ നേരത്തെ കണ്ട ഹീറ്റിംഗ് ഓയിലിൻ്റെ റിലേ വർക്ക് ചെയ്യണം. അതാണ് സംവിധാനം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിലവിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സെറ്റിംഗ് കാര്യമുണ്ട്. ഈ സെലക്കിൻ്റെ TC513 എന്ന് പറയുന്ന മോഡലിന് ഇത്തിരി സെറ്റിങ്ങും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ച് ബുദ്ധിമുട്ടിക്കണില്ല. അത് സെലക്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് ഇനി അത് ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും അത് അത്രയ്ക്ക് സൂചിക്കത്തില്ല. കാരണം നമ്മൾ കുറേ വീഡിയോസ് അങ്ങനെ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരെ വീഡിയോ സ്കിപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒരിടത്തും എത്തത്തുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ നമ്മുടെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നിലവിൽ ഉള്ള ടെമ്പറേച്ചർ നമുക്കിവിടെ കാണിക്കും. 30 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോബ് ഇതിൻ്റെ അകവശത്തായിട്ട് നിലവിൽ ഇവിടെ പ്രോബ് ഉണ്ട്. അപ്പോൾ ഈ റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് അവിടെ പ്രോബ് വർക്കിംഗ് കാണിക്കും.